കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 22 19 മുതലുള്ള തിരുവചനങ്ങൾ. ദഹനബലിയോ കാഴ്ചബലികളോ സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് ഊനമറ്റ ഒരാൺമൃഗമായിരിക്കണം. ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത്, അത് സ്വീകാര്യമാകുകയില്ല. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സാഭീഷ്ട കാഴ്ചകളും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിനൊരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുൻപിൽ കാഴ്ച സമർപ്പണം നടത്തുമ്പോൾ പാലിക്കേണ്ട ചില ദൈവികമായ മര്യാദകളെ പറ്റിയാണ് വചനം ഓർപ്പിക്കുന്നത്. ഒരു ബലി ദൈവം സ്വീകരിക്കുന്നത് ആ ബലിക്ക് പിന്നിൽ ഒരു സമർപ്പണം എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു സമർപ്പണത്തിലൊരു കുറവുണ്ടാകുവാനായിട്ട് പാടില്ല. ബലിമൃഗത്തിൻ്റെ കുറവ് ബലി അർപ്പിക്കുന്നവൻ്റെ കുറവായിട്ടാണ് വചനം ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ ബലിവസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളതിനേക്കാൾ ഉപരി അതെത്ര പ്രാധാന്യപ്പെട്ടതാണോ അതിന് നാം കൊടുക്കുന്നൊരു വിലയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ മൃഗങ്ങളെ ബലിയർപ്പിക്കുമ്പോൾ ഏറ്റവും മോശമായതിനെയോ കുറവുകളുള്ളതിനെയോ അർപ്പിക്കുവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് ഉപകാരമില്ലാത്ത ഒന്നിനെ അല്ല നാം ബലിയർപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ആരോഗ്യമുള്ളൊരു മൃഗത്തെയാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ അതിനെ ബലിയർപ്പിക്കുന്നതിന് പകരമായി കൃഷിയിടങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റാത്ത ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ സമർപ്പണമില്ല. കാരണം ആ മൃഗം ഒരധികമാണ്. അതിനെ മറ്റൊരു ഭൗതിക കാര്യത്തിനോ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയ്ക്കോ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബലിയർപ്പിക്കുന്നു എന്നൊരു ധ്വനി ഒരു ബലിയർപ്പണത്തിലും ഉണ്ടാകുവാൻ പാടില്ല. കാരണം അതിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി മനുഷ്യൻ കാണുവാൻ പാടില്ല എന്ന ദൈവത്തിന് ഒരു നിബന്ധന ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഏറ്റവും കുറവുള്ളതിനെ അർപ്പിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുറവുകളുമില്ലാത്ത, കാഴ്ചയ്ക്കോ കേൾവിക്കോ മറ്റംഗവൈകല്യങ്ങളോ ഒന്നുമില്ലാത്ത പൂർണ്ണമായ ഒരു മൃഗത്തെ നാം ബലിയർപ്പിക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ച സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ആ സമർപ്പണ മനോഭാവത്തിൻ്റെ പൂർണ്ണതയാണ് തെളിയിക്കുന്നത്. കർത്താവിന് നാം കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് മാത്രമേ ദൈവത്തിന് കൊടുക്കാവൂ. കാരണം ദൈവം രാജാവാണ്. രാജാവിന് നാം സമർപ്പിക്കുന്ന ഒന്നും മോശമായി തീരുവാൻ പാടില്ല. അതേറെ ശ്രേഷ്ഠമായിരിക്കണമെന്ന് വചനം ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഒരു ബലിസമർപ്പണം നടത്തുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെയാണ്, നമ്മുടെ ഹൃദയം തന്നെയാണ് നാം സമർപ്പിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഏറ്റവും നല്ലതിനെ കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ളൊരു യോഗ്യതയും നമുക്ക് ലഭിക്കുന്നത്. എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നുവോ അതൊക്കെ തിരികെ കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവും സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരവുമെല്ലാം ദൈവനാമത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നാം മറന്നു പോകുവാൻ പാടില്ല. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.